ചൊക്ലി ഗവൺമെന്റ് കോളേജിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിൽ ആശങ്ക വേണ്ടെന്ന് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ്. കഴിഞ്ഞ ദിവസം ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ മണ്ണിടിച്ചിൽ എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. നിലവിൽ കോളേജ് നിലനിൽക്കുന്ന സ്ഥലത്തിന് സമീപത്തായി ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടവുമുണ്ട്. ഹോസ്റ്റൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ മൺകൂന ഇടിഞ്ഞു വീണാണ് വഴി തടസ്സപ്പെട്ടത്. ഇതേ തുടർന്ന് കോളേജ് അധികൃതർ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് തഹസിൽദാറും വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ പരിശോധനയും തുടർ നിർദ്ദേശവും നൽകിയിരുന്നു. കോളേജ് സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തായി വലിയ മൺകൂനകൾ നിലവിലുണ്ട്. മൺകൂനകൾ കോളേജ് കെട്ടിടത്തിന് ഭീഷണിയാണ്. നിലവിൽ കോളേജിന് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ലെന്നും മൺകൂന ഇടിഞ്ഞ് തടസ്സപ്പെട്ട വഴി പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജ്, ആ കോളേജിൽ അവിടെയുള്ള മണ്ണിടിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് പ്രിൻസിപ്പള് കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയെ തുടർന്ന് തഹസിൽദാറും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വന്ന് ആവശ്യമായ പരിശോധനയും കാര്യങ്ങളും നടത്തിയിരുന്നു. വലിയ നിലയിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇതിന്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തടസ്സപ്പെട്ട വഴി ഇത് കരാറെടുത്തിട്ടുള്ള ആളുകൾ തന്നെ അവർക്ക് സുഗമമായി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. മൺകൂന നിലവിൽ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ ഭീഷണിയായി കോളേജിലുള്ള കെട്ടിടത്തിനും കുട്ടികൾക്കും ഭീഷണിയായി നിലനിൽക്കുന്നത് യാഥാർത്ഥ്യമാണ്. തുടർന്ന് അവിടെ ജൽജീവൻ മിഷന്റെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഈ മൺകൂന തട്ടി നിരത്തിക്കൊണ്ട് ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ്, വൈസ് പ്രസിഡന്റ് സപ്ന കെ, മെമ്പർമാരായ ബിനി കെ, ഷിജിൽ MC എന്നിവർ സംഭവ സ്ഥലം സന്ദർശിച്ചു. സമഗ്ര ന്യൂസ്, പനൂർ.